ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മാധു. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോ, ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബുദാബിയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഒരു GIS ആൻഡ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലാണ്. അപ്പോൾ എൻ്റെ മാസ്റ്റേഴ്സ്, ഞാൻ ഓൾറെഡി 2 മാസ്റ്റേഴ്സ് കഴിഞ്ഞതാണ്, ജോഗ്രഫിയിലും GISലും. വീണ്ടും എന്തുകൊണ്ട് ഒരു മാസ്റ്റേഴ്സ് എന്നുള്ളത് എൻ്റെ ഒരു PhD എടുക്കുമ്പോൾ ഡ്രീമായിരുന്നു. അപ്പം എനിക്കെൻ്റെ ജോബിലൊരു ഗ്യാപ്പ് വരണ്ട എന്നുള്ള രീതിയിൽ, എഡ്യൂക്കേഷൻ വൈസിന് ഒരു ഗ്യാപ്പ് വരണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. എൻ്റെ ടോപ്പിക്ക് PhDക്ക് ഒരു ഹ്യൂമൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് എടുക്കണമെന്നാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് സോഷ്യോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് എടുത്തത്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതേപോലെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞവരാണ്. അപ്പോൾ അവർക്കൊക്കെ അവരെല്ലാം അസൈൻമെൻറ്റ്സ് എഴുതുന്നതും എല്ലാം അവരുടേതായ രീതിയിൽ അവർ നാട്ടിലായതുകൊണ്ട്, അവർക്ക് ഇന്ത്യയിലായതുകൊണ്ടും അവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അബുദാബിയിലായതുകൊണ്ട് എങ്ങനെയാണ് പോവുക, പിന്നെ എനിക്ക് ചില സമയത്ത് പഠിക്കാൻ പറ്റാതെ വരാറുണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരാറുണ്ട്. ആ സമയത്തൊക്കെ ഈ ലാംഗ്വേജിൻ്റെ ആപ്പിൽ റെക്കോർഡഡ് വീഡിയോസ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ PPT ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കി നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ കുറച്ചുകൂടി നല്ല സുഖമാണ്. അപ്പോൾ എനിക്കെന്തായാലും ഞാനിപ്പോൾ എടുത്തത് 2 ഇയർലി ഇതാണ്, 2 ഇയേഴ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് 2 ഇയേഴ്സിൽ എനിക്കൊരു ജോബ് എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കരിയറിൽ എനിക്കിതപ്പം ആക്ച്വലി എനിക്കൊരു ഡബിൾ പോയിൻ്റ് കിട്ടുന്ന പോലെയാണ്. അപ്പം അങ്ങനെ ഇതിൽ പക്ഷേ ലാംഗ്വേജ് അതിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാം വീക്ക്ലി വിളിച്ച് നമുക്ക് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവർക്കൊരു അപ്ഡേറ്റ് കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പലപ്പോഴും ബിസിയൊക്കെ ആകുമ്പോൾ നമ്മൾ ടയേർഡായിട്ട് നോക്കാതിരിക്കാറുണ്ട്. പക്ഷേ ഇവർ മെൻറ്റേഴ്സ് ചോദിക്കുമ്പോഴും നമുക്ക് അവർക്ക് എപ്പോഴും നമ്മളിങ്ങനെയുള്ളൊരു മറുപടി അല്ലെങ്കിൽ പഠിക്കണമെന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ഗ്രൂപ്പ് സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു.